അപ്പം നമുക്ക് ഇനിയൊരു ഡോളീനെ മേക്കപ്പ് ചെയ്യാം. ഞാനൊരു ഡോളീനെ മേക്കപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡോളിക്ക് ഞാൻ പുതിയ ഉടുപ്പൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡോളിക്ക് ബലൂൺ വെച്ചൊരു ഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഡോളിയുടെ ഇപ്പോഴത്തെ കോലം. മുടിയൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് സൂപ്പറാക്കി എടുക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി. ഓക്കെ, അത് തന്നെ ഡ്രസ്സ് ഊരാൻ വേണ്ടി ഇതിൻ്റെ ഇത് ഊരേണ്ടി വരും. കുറേ നേരം എൻ്റെ വീഡിയോ, അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇത് ചെയ്യേണ്ടി വരും. ഇനി ഈ ഒരു ബലൂൺ എടുക്കാം നമ്മൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു പാവാട ആക്കാം. ഇവിടെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു ടോപ്പ് ആക്കാനാണ് നല്ലത് തോന്നുന്നത്. നമുക്കൊരു ടോപ്പ് ആക്കാം അല്ലേ? ഹാൻഡ്സപ്പ് ഡോളി, ഹാൻഡ്സപ്പ് ഡോളിനെ നമ്മൾ ഹാൻഡ്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡോളി. കുറേ നേരം ഉണ്ട് ഗൈസ് ഈ വീഡിയോ. അപ്പം ഞാൻ എന്താ ചെയ്യാം, ഇത് കുറേ നേരം എന്തായാലും ഇരുത്തേ പറ്റും. അപ്പം നമുക്ക് ഈ ഡോളിനെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം. ഡ്രസ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഭയങ്കര വലിയ പണിയാണ്. ഡ്രസ്സ് മാത്രമേ ഞാൻ മാറ്റണുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ എപ്പോഴേലും ആക്കാം. ഡ്രസ്സ് കുറേ ദിവസമായി തന്നെ കണ്ട് മടുത്തിരിക്കണം. അപ്പം ഞാൻ ഓർത്തു ഇതൊന്ന് മാറ്റി എടുത്താലോന്ന്. അപ്പം ഞാൻ ഒരു ഡോളിനെ ബീച്ചിലൊക്കെ കൊണ്ടുപോയി കുറേ നേരം വീഡിയോ ഉണ്ടെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഫുൾ വീഡിയോ ഇടാം, എപ്പോഴെങ്കിലും ഇടണമല്ലോ ഫുൾ വീഡിയോ. പിന്നെ ഫുൾ വീഡിയോ ഇടാമെന്ന് ഓർത്തു. ഇത് കുറേ നേരം ഉള്ളതുകൊണ്ട് ഇത് കുറേ നേരം ഇടാമെന്ന് ഓർത്തു. ലോങ് വീഡിയോ ആണ്, ലോങ് റീലാണ് ഇന്ന് ഞാൻ ഇടണത്. ഇത് ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ദിവസം. നിങ്ങൾക്കറിയാമല്ലോ എന്തെന്നെ എങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തായാലും ഇവിടെ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ടോപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഒരു വീഡിയോ. ഇത് ലോങ് വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറേ നേരം എടുത്തിട്ടേ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇതേ കണ്ടില്ലേ, നമ്മുടെ ഡോളിക്ക് ടോപ്പ് ഇട്ട് കൊടുത്തു. ഇതേ കണ്ടില്ലേ, നമുക്കൊരു അടിപൊളി ടോപ്പ് ഇങ്ങനെ ഉണ്ടാക്കാം. എന്തിനാണെന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ 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 കയറ്റി എൻ്റെ ഒരു തട്ടിക്കൂട്ട് ഡ്രസ്സായിട്ട് നിങ്ങളൊന്നും വിചാരിക്കില്ലേ. കയറ്റി ഒരു ഷോർട്സ് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഇത് നമുക്ക് ഷോർട്സ് ആക്കാം. ഒരു ഷൂ ഒക്കെ വേണമെന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പ് ഇവിടെ എൻ്റെ ഞാനൊരു ഇതിലെ കുറേ ബലൂൺസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, വലിയൊരു പാക്കറ്റ് ബലൂൺ തന്നെ ഉണ്ട്. അപ്പം ഞാനൊരിടത്തു ഇത് രണ്ടും ആക്കാമെന്ന് കളർ കോമ്പിനേഷൻ. സിസർ എടുക്കാം. ഞങ്ങൾ സിസർ എന്നാണ് പറയാറ്. ഞാൻ കത്തിരിക്കാന്ന് അധികം പറയാറില്ല കേട്ടോ. ഒന്ന് ഡാർക്ക് ഗ്രീനും ഒന്ന് ലൈറ്റ് ഗ്രീനും ആദ്യം ഓർത്തത്. പക്ഷെ അതിന് മുൻപാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കുറേ ഇങ്ങനെ എടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ എടുക്കാം നമുക്ക്.
ബലൂണും കൂടി ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ കളർ എടുക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇതും ഇങ്ങനെ 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 കട്ട് ചെയ്ത് കൊടുക്കും. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇത് ശരിയാവും വരുമെന്ന്, പക്ഷെ നോക്കാം. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, എങ്ങനെയാ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്യണം. എന്നിട്ട് ലോങ് വീഡിയോ ആണ്. ഞാൻ ഹാപ്പിയാണ് ഗൈസ്. കുറേ നേരം നമുക്ക് സമയവും പോകാം. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആര്യ ചേച്ചിയുടെ കണ്ടാണ് ഞാൻ കുറേ പഠിച്ചത്. ചേച്ചിയുടെ കുറേ എഴുത്തില്ല, ആര്യ ചേച്ചിയുടെ കണ്ടാണ് ഞങ്ങൾ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യ ചേച്ചിയുടെ വീഡിയോ ആണെന്ന് തോന്നണു. ഞാൻ ക്രാഫ്റ്റിൽ കുറേയൊക്കെ കണ്ടിട്ടുള്ളത് ആര്യ ചേച്ചിയുടെ വീഡിയോസ് കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി ഒരു ലുക്ക്. ഇപ്പോഴേ ഇഷ്ടമായി. നമുക്ക് ഫ്രണ്ടിൽ ഇച്ചിരി പാവാട കേറ്റിട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുക ഇച്ചിരി പാട. ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനമില്ലേ, ഇതിങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ ആക്കാം. ഇനി ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റും. ഇങ്ങനെ കേട്ടി കൊടുക്കാം. നോക്കാമടാ, ഇതിൽ കൂടെ വേണ്ട, ഈ കളർ വേണ്ട, ഇതെല്ലാം ഈ കളർ സുഖം ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് കട്ട് എത്ര ഈ കളർ സോക്സൊക്കെ ആക്കുന്നുണ്ടപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റും. അതാട്ടോ ഇങ്ങനെ. ഞാനോർത്തു സ്കേർട്ട് 2 കളറായിക്കോട്ടേന്ന്, അതുകൊണ്ടാണ് ഇട്ട് ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തത് തന്നെ. സ്കേർട്ട് 2 കളറാ വെട്ടിന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കേട്ടാൽ നിൽക്കുക നല്ല പാടാ. ഇതിവിടെ കേട്ടി ഞാൻ കുറേ പേരുടെ ലോങ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഒക്കെ കണ്ടുവരാൻ പഠിക്കണതാണ്. അപ്പം ഈ കിഡ്സൊക്കെ ചെയ്യാൻ പറ്റും. ഫോണൊക്കെ ഒരുപാട് ഒഴിവാക്കി ഇതൊക്കെ ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു ടൈം പാസ് ആവും. നമുക്ക് ഓരോന്ന് ചെയ്യാനൊക്കെ തോന്നും. ഞാൻ നമ്മുടെ സ്കേർട്ട് ഇവിടെ ശരിയാക്കണം. ഞാൻ ഒരു കോട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നടക്കുമെന്നറിയില്ല. എന്നാലും ഞാനൊരു ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആ ഒരു ലുക്ക് അത് പ്രതീക്ഷിച്ചാൽ മതി. ഒരു കളർ എനിക്കിഷ്ടമാണ് ഗൈസ്. ഒരു കളറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ സ്കേർട്ടൊക്കെ റെഡിയുണ്ട്. ഇതാണ് സ്കേർട്ട്. അപ്പോൾ കോട്ട് എങ്ങനെ ഉണ്ടാവും? ഒത്തിരി കോട്ടൂടാക്കാൻ നമുക്ക് ഫുൾ കൈ. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ബലൂൺ ഇവിടെ 2 പീസ് കട്ടി എടുത്തില്ലായിരുന്നു. ഞാനത് കട്ടി എൻ്റെ കയ്യിൽ കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കാം. എൻ്റെ കൈ കൂടെ കയറ്റണം കേട്ടോ. നമ്പർ 1 ടാസ്ക്. ബലൂൺ കിടാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനെടുത്തു ഇങ്ങനെ കയറ്റാൻ സുഖം. ഇങ്ങനെ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ ആക്കിയെടുത്തു.
തിരിച്ചു വെള്ളം വന്നത്. നമുക്ക് ഇതിന് ഇങ്ങനെ കൊടുക്കും, അല്ലാണ്ട് ബലൂണിനോട് തിരിച്ചു വെക്കുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ബലൂൺ. അപ്പം നമ്മൾ ബലൂണിനെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുഞ്ഞു മക്കൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റും ഒരു ക്രാഫ്റ്റാണ്. ഇത്രയാണ് ഒരു കയ്യിലുള്ളത് ആണ് ചെയ്യുന്നത്. ഇതൊന്നായിരിക്കും വിചാരം നല്ല ഇഷ്ടം. നമ്പർ 1 ഇതാണ് എനിക്കിഷ്ടം. ഇതാണ് എൻ്റെ ലോകം, പാരീസ് വേൾഡ്. എന്നെ പലവരും വിളിക്കണ പാറു 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 എന്നാണ്. ഇപ്പം എല്ലാവരും എന്നെ പാറു എന്ന് വിളിച്ചാൽ മതി. അപ്പോഴും എൻ്റെ പേര് പാറു എന്നല്ല, അസിത്ത എന്നാണ് പേര്. ചാനൽസ് ചാനലിൻ്റെ നെയിം നിങ്ങൾക്കറിയാലോ, പറയേണ്ട ആവശ്യം എനിക്ക് വേണമില്ല. ചാനലിൻ്റെ നെയിം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കിട്ടിയതിനൊരു വേൾഡ് സന്തോഷം എനിക്ക്. ഇതാണ് ടോപ്പ്. ഇത്ര ആയില്ലോ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഷൂസ് ആക്കാം നമുക്ക്. ഷൂസ് കുറേ പിരിച്ചു കുഴിച്ചിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ നിർദ്ദേശം. ചോദിച്ചിട്ടുണ്ടായേ മതിയാവുള്ളൂ. ഇനി എൻ്റെ മുടി ഇങ്ങനെ ഞാൻ പലതും എടുത്തിട്ടുണ്ട്. റൂമിൽ കിടന്ന് പല പ്ലാന്റ് വരെ എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞാണ് ഇത് നമ്മുടെ തൊപ്പിയാണ്. തൊപ്പി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, ഇടണില്ല ഇപ്പോൾ. ഇതൊരു കുഞ്ഞു മിടിയൊക്കെ പോലെ ഉണ്ട് അല്ലേ? ഷൂസ് അങ്ങനെ ആക്കാം. ബലൂൺ വെച്ചിട്ടുണ്ട്. നല്ല വേണം. അമ്മ അതൊന്നും എടുത്തല്ല, അമ്മയുടെ തലയാണാക്കിയത്. ആ ബലൂണ് അതന്നെ. എല്ലാ ബലൂണും ഞാൻ ഇതിന്ന് അടിച്ച് വറക്കെടുത്തിട്ടുണ്ട്. 1 2 3 1 2 3 4 5 അത് 7 8 ബാക്കിയുടെ 9 10 11 12 ഇത് നമ്മൾ നോക്കിയിട്ടില്ലേ? 13 പേജിൽ 15 എണ്ണം ഉണ്ട്. നമുക്ക് ഷൂസ് ഉണ്ടാക്കാം. ഇതും ഇത് തന്നെ കട്ട് ചെയ്തു. എല്ലാവർക്കും ഡാർക്ക് ഗ്രീൻ കണ്ടു, ലൈറ്റ് ഗ്രീൻ. ഇതും മടിക്കണ്ട, ഞാൻ ഈ കളറാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഷൂസൊക്കെ ആക്കണത്. എന്നെ കാണില്ലേ? അപ്പോൾ ഇത് ഇതിലേ ഇത് നമ്മളെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഷൂസ് ഇച്ചിരി വലുതാണ്. ഷൂസ് എൻ്റെ വീട്ടിലുണ്ട്. പാവക്കുട്ടികൾക്ക്, ഡോളീസിന് കുറേ ഷൂസ് ഉണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമാണ്. നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഒരു സുഖം, ഒരു ഇതൊക്കെ തോന്നുക, എനർജി ഒക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് തോന്നാം. ഫൈനൽ ലുക്ക് കാണാൻ കഴിയണ്ടേ? എല്ലാവരും കാണണം. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടി ഇന്ന് കാണാൻ ഞാൻ വരുന്നു. ഈ മാജിക് എടുത്തോണ്ട് വരും. വരണം കേട്ടോ. അപ്പം ഗൈസ് ഞാൻ ഇതെടുക്കാൻ പോയത്. അപ്പം ഗൈസ് നമ്മളിവിടെ പുറത്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ കുറേയൊക്കെ ഉണ്ടാക്കിയ ചേച്ചിയുടെ വീഡിയോസ് കണ്ടാണ് കുറേയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചേച്ചീസ് വീഡിയോസ് കണ്ടാണ്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ചേച്ചിയുടെ വീഡിയോസ് കണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഇടുന്നത്. ക്രിയേറ്റീവ് ആണ്. പക്ഷെ ശരിക്കും വീട്ടിലൊക്കെ പലതും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആരി ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടോ. അപ്പോൾ ആരി ചേച്ചിയുടെ വീഡിയോസ് കണ്ടുണ്ടാക്കിയത് കുറച്ച് കിട്ടുന്നത് വീഡിയോസ് കണ്ടുണ്ടാക്കും. ഞാൻ പലതിട്ട് ആലോചിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കിട്ടിക്കൊടുക്കണം. എല്ലാവരും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ദാ വരണം, ഒന്ന് തുടങ്ങിയിട്ടിരുന്നു. ദാ വരണം. ഇവന് വേണ്ടിയാണ് പോയത്. ഞാൻ ഇതിനെ പറ്റി ഓർത്തിട്ടില്ല. ഈ ഒരു റബ്ബർ പാക്കറ്റ് ഞാൻ റെഡ് കളറാണ് എടുത്തത്. എനിക്ക് മടുക്കും അല്ലെങ്കിൽ എപ്പോഴും ഈ കളറായാൽ. ഞാൻ റെഡ് കളർ എടുത്ത് റെഡ് കളറാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ വേറൊരു ഇത് ഞാൻ കണ്ടു. ഇതിനകത്ത് സീന് ഞാനിപ്പോൾ ഇതെടുക്കണ്ട, അതെടുക്കാം. റബ്ബേഴ്സും പല പല കളറുള്ളതുകൊണ്ട് മിക്സായി. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതൊന്നും കിട്ടില്ല. എല്ലാ കളറൊന്നുമില്ല റബ്ബേഴ്സിൽ, അത് എനിക്കറിയാം. പക്ഷെ എനിക്കിഷ്ടമുള്ള കളറൊക്കെ കുറേയൊക്കെ ഇതിലുണ്ട്. എല്ലാം ഇഷ്ടമാണ്. ഇതിലുള്ള എല്ലാ കളറും എനിക്കിഷ്ടമാണ്. ഇച്ചിരി ഹൈറ്റ് കൂടുതലാണെന്ന് ഒരു ഷൂസ്. ഇതായിരുന്നു ഷൂസ്, നമ്മുടെ ഷൂസ്. ഇതായിരുന്നു ഷൂസ്. ഇതാണ് നമ്മുടെ പാണക്കിട്ടിയുടെ തല. നമുക്ക് ഈ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കണം എന്ന് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പലതും ഇങ്ങനെ കണ്ടാണ് ചെയ്യാറ് ഉള്ളത്. ഇതിലേക്ക് കയറ്റാനാണ് നമ്പർ 1 ടാസ്ക്. ഇങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക. ഇത് പതിയിരുന്നത് കുറച്ച് നന്നായി. ഇത് മുടി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. മുടി ഷേപ്പ് ചെയ്ത് വെട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെട്ടുന്നുണ്ട്, കുറേ ദിവസമായി ആലോചിക്കണം ഇപ്പം ഇങ്ങനെ കുട്ടികൾ വെട്ടണമെന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ അമ്മമാരൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇതിങ്ങനെ ഭയങ്കര പാടായിട്ട് ഞാനിത് കട്ട് ചെയ്യേണ്ട അവസ്ഥ തന്നെ വന്നിട്ട് കുറേ എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്യാതിരിക്കുക അവസ്ഥ. കട്ട് ചെയ്യാൻ നമുക്ക് കട്ട് ചെയ്ത് ഇത്രയും മുടിഞ്ഞ് ഇപ്പം തന്നെ ആദ്യമായിട്ടിട്ട് ഞാൻ പാവക്കുട്ടിയുടെ മുടിയൊക്കെ കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഈ പാവക്കുട്ടീനെ കാണിച്ചിട്ടുണ്ടാവും. അതിനെ ഞാൻ ഉണ്ടാക്കിയതല്ല, പാവനെ ഡ്രസ് മേക്കപ്പ് ഫാഷൻ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തു. പിന്നെ ഞാനോർത്ത് ഇത്രയും ഇടിയുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു റബ്ബർ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും. ഞങ്ങൾ മുടി കൂടുതലുള്ളപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതിപ്പോൾ ഡോളാണെങ്കിലും
പാവയാണെങ്കിലും ഞാനിങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് കൂടെയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടിയുള്ളത്. ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആദ്യം ഇങ്ങനെ കിട്ടും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. ഈ സ്ഥലത്ത് എന്തെങ്കിലും തൊപ്പി ഉണ്ടെന്ന് വെച്ചെടുക്കല്, തൊപ്പി ഉണ്ടാക്കി തൊപ്പി ചെയ്തോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക്. നല്ല പാടാട്ടോ വെക്കാനായിട്ട്, നല്ല പാടുണ്ട്. വെക്കാൻ പറ്റണില്ല, ഫിറ്റല്ല. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കുന്നാലും ഇങ്ങോട്ട് തൊപ്പി വെക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ ഭംഗി. അല്ലെങ്കിൽ ഇത് തൊപ്പി വേണമെന്ന് വിചാരിക്കാം നമുക്ക്. ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട്. പാവക്കുട്ടി കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞിടാം കേട്ടോ. ഈ കുരുക്കിൻ്റെ അറ്റം ഭാഗമൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ മുടികൾ വെട്ടിയെടുക്കുന്നുണ്ട്. ഇത്രയും മുടികൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഡോളിയുടെ. ഇത്രയും മുടിയൊക്കെ വെട്ടിയെടുത്തു. മൊത്തം ടോട്ടൽ ഇത്രയും മുടി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ചുരുട്ടി കൂട്ടി കുറച്ച് മുടിയുണ്ട് കേട്ടോ. ഇത് ഇത്രയും മുടി ഞാൻ വെട്ടിയിട്ടുണ്ട്. എനിക്ക് വിഷമം വിരിപ്പി അത് വെട്ടി വെച്ചു. കാരണം അത്ര പോലും വൃത്തി വേണം നമുക്ക്, പാവക്കുട്ടികൾക്കും വേണം, നമുക്കും വേണം. പിന്നെ പുറകെ കഴിച്ചിട്ട പോലെ കിടക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നല്ല ക്ലിപ്പ് മുത്തി വെച്ചു. അവിടെ ഉണ്ട് അയച്ചിട്ട പോലെ സാധാ മറ്റേ അമ്മ കരാട്ടയില്ലേ ഓക്കെ. മുടിയൊക്കെ വെട്ടിക്കളയുന്നത് നല്ലതാണ് ഇവർക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക്, ദിസ് ഈസ് ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അടുത്തിവരെ ഒരുക്കണതൊക്കെ നമ്മൾ ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ. ഞാൻ ഒരു തിരക്ക് ഇത് ഹെയർ സ്റ്റൈൽ ഇട്ട് എൻ്റെ ഫൈനലൊക്കെ എന്തായാലും ബാർബിയുടെ ആട്ടാണ്. ഏതെങ്കിലുമൊക്കെ കളർ ആട്ടെ. കുറേ കളേഴ്സുള്ള റബ്ബറുള്ളത് എൻ്റെ ഭാഗ്യട്ടു. എല്ലാവരുടെയും ഭാഗ്യം തന്നെ. എൻ്റെ കുറച്ചുകൂടെ ഭാഗ്യമുണ്ട്. കാരണം എനിക്ക് റബ്ബേഴ്സ് കൊണ്ടുള്ള വർക്ക്സ് കുറച്ചിഷ്ടമാണ്. അടുത്ത നാളെ കാണട്ടെ വീഡിയോസ്.
അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കണം. എല്ലാവർക്കും ബൈ ബൈ.